മക്കളെ, ഇന്ന് നമുക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള വാക്യവിസ്താർ നോക്കാം. 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് വാക്യവിസ്താർ. നിങ്ങൾക്കറിയുന്നതാണ്. നിങ്ങൾക്കതിന് പാരഗ്രാഫിൽ അതിന് വേണ്ട ശബ്ദം തന്നിട്ടുണ്ടായിരിക്കും, പിന്നെ ഒരു സെൻറ്റൻസും തന്നിട്ടുണ്ടായിരിക്കും. ബാക്കി 3 സെൻറ്റൻസാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ. പക്ഷേ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് മാതൃകയായിട്ട് തന്നിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു സെൻറ്റൻസും കൂടെ ചേർത്ത് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ. ഇത് എഴുതാതിരിക്കരുത്. ആകെ 3 എണ്ണം മാത്രമേ എഴുതരുത്. മുകളിൽ തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുക, പിന്നെ ബാക്കി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള 3 എണ്ണം കൂടെ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം വാക്യവിസ്താർ. ഇവിടെ രംഗ് ബിരംഗി ബാരി യുവതീനെ, ഈ 3 ശബ്ദമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഷാളോങ്ക ഗട്ടർ ഉഡായ, ഷാളിൻ്റെ കെട്ട് എടുത്തു. ഷാളോങ്ക ഗട്ടർ ഉഡായ, ആരാണ് ഷാളിൻ്റെ കെട്ടെടുത്തത്? യുവതി അല്ലേ. അപ്പം നമുക്കിങ്ങനെ എഴുതാം. അടുത്തത് യുവതീനെ ഷാളോങ്ക ഗട്ടർ ഉഡായ. പിന്നെ യുവതി എങ്ങനെയുള്ള ഷാളിൻ്റെ കെട്ടുകളാണ് എടുത്തത്? യുവതീനെ രംഗ് ബിരംഗി ഷാളോങ്ക ഗട്ടർ ഉഡായ. എന്താണ്? യുവതീനെ രംഗ് ബിരംഗി ഷാളോങ്ക ഗട്ടർ ഉഡായ. അടുത്തത് എങ്ങനെ വരും? യുവതീനെ രംഗ് ബിരംഗി ഷാളോങ്ക ബാരി ഗട്ടർ, എങ്ങനെയുള്ള ഗട്ടറാണ്? ബാരി ഗട്ടർ ഉഡായ. ഓക്കെ. അതിന് വേറെ രീതിയിലും എഴുതാം. ഫസ്റ്റ് നമുക്ക് ഷാളോങ്ക ഗട്ടറുഡായ, പിന്നെ ഷാളോങ്ക ബാരി ഗട്ടറുഡായ, യുവതീനെ ഷാളോങ്ക ബാരി ഗട്ടറുഡായ, യുവതീനെ രംഗ് ബിരംഗി ഷാളോങ്ക ബാരി ഗട്ടർ ഉഡായ. അപ്പോൾ നമുക്ക് എഴുതിയത് നോക്കാം. മീനിങ് ശരിക്ക് വരുന്ന രീതിയിൽ നമ്മൾ 3 സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അർത്ഥവത്തായ 3 സെൻറ്റൻസുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ സെൻറ്റൻസ് നോക്കൂ. ഫസ്റ്റ് തന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ മാതൃകയായിട്ട് തന്നത് തന്നെയാണ്. ബാക്കി 3 എണ്ണം. യുവതീനെ ഷാളോങ്ക ഗട്ടർ ഉഡായ, യുവതി ഷാളിൻ്റെ കെട്ട് എടുത്തു. യുവതീനെ രംഗ് ബിരംഗി ഷാളോങ്ക ഗട്ടർ ഉഡായ, യുവതി പല വർണ്ണത്തിലുള്ള ഷാളിൻ്റെ കെട്ട് എടുത്തു. യുവതീനെ രംഗ് ബിരംഗി ഷാളോങ്ക ബാരി ഗട്ടർ ഉഡായ, യുവതി പല വർണ്ണത്തിലുള്ള ഷാളിൻ്റെ വലിയ കെട്ട് ബാരി ഗട്ടർ ഉഡായ. ഓക്കെ. അപ്പം അങ്ങനെയാണ് നമ്മൾ വാക്യവിസ്താർ നിർമ്മിക്കേണ്ടത്. ഇനി അടുത്തത് നോക്കാം. ചീസ്കോ, അതുപോലെ തന്നെ ഹർ, പിന്നെ ഗിലൗന, ഇങ്ങനെ 3 ശബ്ദമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചീസ്കോ, ഹർ, ഗിലൗന. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ബച്ചേ ബനാദേങ്കെ, കുട്ടികൾ നിർമ്മിക്കും. എന്താണ് കുട്ടികൾ നിർമ്മിക്കുന്നത്? ഗിലൗന അല്ലേ. ബച്ചേ ഗിലൗന ബനാദേങ്കെ, കുട്ടികൾ എന്ത് നിർമ്മിക്കും? കളിപ്പാട്ടം നിർമ്മിക്കും. എന്തുകൊണ്ട് കളിപ്പാട്ടം നിർമ്മിക്കും എന്നാണ് പറയുന്നത്? ബച്ചേ ചീസ്കോ ഗിലൗന ബനാ ദേങ്കെ, ബച്ചേ ഹർ ചീസ്കോ, ബച്ചേ ഹർ ചീസ്കോ ഗിലൗന ബനാ ദേങ്കെ, വസ്തുക്കൾ കളിപ്പാട്ടം ഉണ്ടാക്കും. കുട്ടികൾ ഓരോ വസ്തുക്കളും കളിപ്പാട്ടമാക്കും. സെൻറ്റൻസ് എഴുതിയത് നോക്കാം. ബച്ചേ ഗിലൗന ബനാ ദേങ്കെ, ബച്ചേ ചീസ്കോ ഗിലൗന ബനാ ദേങ്കെ, ബച്ചേ ഹർ ചീസ്കോ ഗിലൗന ബനാ ദേങ്കെ. മനസ്സിലായല്ലോ? ഗിലൗന, ചീസ്, ഹർ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹർ സാൽ ശക്ല് ഷഹർക്കി, ഷഹർക്കി. ഹർ സാൽ ഓരോ വർഷവും, ഷഹർക്കി പട്ടണത്തിലെ, ശക്കള് മുഖച്ഛായ, ഓരോ വർഷവും പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറിയിരുന്നു എന്നാണ് പറഞ്ഞത്. ബദൽ ജാതി മാറിയിരുന്നു. അപ്പം എങ്ങനെയാണ് എഴുതേണ്ടത്? എന്ത് മാറിയിരുന്നു? ശക്ല് ബദൽ ജാതി ദി, शहर की शक्ल बदल जाती थी, हर साल शहर की शक्ल बदल जाती थी. മനസ്സിലായല്ലോ?
ഫസ്റ്റ് തന്നെ ബദൽ ജാതി ദി എന്താണ് മാറിയതെന്നാ പറഞ്ഞത്? ശക്കള് അല്ലേ? ശക്കള് ബദൽ ജാതി ദി എവിടെയുള്ളതാണ്? പട്ടണത്തിലെ. ഷഹർക്കി ശക്കള് ബദൽ ജാതി ദി. ഹർ സാൽ ഷഹർക്കി ശക്കള് ബദൽ ജാതി ദി. നോക്കാം. बदल जाती थी, शक्ल बदल जाती थी, शहर की शक्ल बदल जाती थी, हर साल शहर की शक्ल बदल जाती थी. നാലാമത്തെ ചോദ്യം. माता पिता के पास दादाजी से शहर जाने की. മാതാപിതാക്കെ പാസ് 3 ശബ്ദമാണ് ഇവിടെ തന്നത്. മാതാപിതാക്കെ പാസ് എന്നും പിന്നെ ദാദാജിസെ ദാദാജിയോട്. ഷഹർ ജാനേക്ക് പട്ടണത്തിൽ പോകാൻ. മാതാപിതാക്കെ പാസ് മാതാപിതാക്കളുടെ അടുത്തേക്ക്. കേശവ് സിദ്ധ് കർ ബൈട്ട കേശവ് ഷാഢ്യം പിടിച്ചു. സിദ്ധ് അത് ജായാണ് കേട്ടോ. കേശവ് സിദ്ധ് കർ ബൈട്ട കേശവ് ഷാഢ്യം പിടിച്ചു. കേശവ് എന്തിനാണ് ഷാഢ്യം പിടിച്ചത്? ഷഹർ ജാനേക്ക് അല്ലേ? കേശവ് ഷഹർ ജാനേക്ക് സിദ്ധ് കർ ബൈട്ട കേശവ് പട്ടണത്തിൽ പോകാൻ ഷാഢ്യം പിടിച്ചു. കേശവ് ആരോടാണ് ഷാഢ്യം പിടിച്ചത്? ദാദാജിയോട് അല്ലേ? കേശവ് दादाजी से शहर जाने की केशव दादाजी से शहर जाने की जिद कर बैठा. केशव दादाजी से माता पिता के पास शहर जाने की जिद कर बैठा. മനസ്സിലായോ? അപ്പൊ ഷാഢ്യം പിടിച്ചു. കേശവ് ഷാഢ്യം പിടിച്ചു. കേശവ് ആരോടാണ് ഷാഢ്യം പിടിച്ചത്? ദാദാജിയോട് അല്ലേ? കേശവ് ദാദാജി സേ സിദ്ധ് കർ ബൈട്ട കേശവ് ദാദാജിയോട് വാശി പിടിച്ചു നിന്നു. എന്തിനാണ് വാശി പിടിച്ചത്? ഷഹർ ജാനേക്ക് പട്ടണത്തിൽ പോവാൻ. എന്തിന്? മാതാപിതാക്കെ പാസ് അല്ലേ? അപ്പൊ നമുക്ക് എഴുതിയത് നോക്കാം. കേശവ് സിദ്ധ് കർ ബൈട്ട केशव दादाजी से सिद्ध कर बैठा. केशव दादाजी से शहर जाने की जिद कर बैठा. केशव दादाजी से माता पिता के पास शहर जाने की जिद कर बैठा. മനസ്സിലായല്ലോ? അടുത്ത നോക്കാം. അച്ചാനക് നിരാശ് ലഡുക്കോं के बीच. അച്ചാനക് പെട്ടെന്ന് നിരാശരായ ലഡുക്കോं के बीच ആൺകുട്ടികൾക്കിടയിലേക്ക്. ബോൾ ആക്കർ ഗിരി എന്നാണ് കേട്ടോ. ബോൾ ആക്കർ ഗിരി ബോൾ വന്നു വീണു. എവിടേക്കാണ് ബോൾ വന്നു വീണത്? ആൺകുട്ടികളുടെ അടുത്തേക്ക് അല്ലേ? എങ്ങനെ നിൽക്കുന്ന ആൺകുട്ടികളുടെ അടുത്തേക്കാണ്? നിരാശരായി നിൽക്കുന്ന ആൺകുട്ടികളുടെ അടുത്തേക്ക്. അച്ചാനക്ക് പെട്ടെന്നാണ് വന്നു വീണത്. അപ്പൊ നമുക്ക് നോക്കാം. ബോൾ ആക്കർ ഗിരി. അച്ചാനക്ക് ബോൾ ആക്കർ ഗിരി ബോൾ വന്നു വീണു. പെട്ടെന്ന് ബോൾ വന്നു വീണു. നിരാശ് ലഡുക്കോं के बीच അചാനക് ബോൾ ആക്കർ ഗിരി അതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് അല്ലേ? നിരാശരായ ആൺകുട്ടികളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ബോള് വന്ന് വീണു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സെന്റൻസ് കിട്ടുന്നത് അചാനക് ബോൾ ആക്കർ ഗിരി പെട്ടെന്ന് ബോള് വന്ന് വീണു. എവിടേക്കാണ് ബോൾ വന്ന് വീണത്? ലഡുക്കോं के बीच അല്ലേ? अचानक लड़कों के बीच बॉल आकर गिरी. अचानक निराश लड़कों के बीच बॉल आकर गिरी. എഴുതി നോക്കാം. बॉल आकर गिरी. अचानक बॉल आकर गिरी. अचानक लड़कों के बीच अचानक लड़कों के बीच बॉल आकर गिरी.
അച്ചാനക് നിരാശ് ലഡ്കോം കെ ബീച്ച് ബോൾ ആക്കർ ഗിരി. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. വൈറ്റ് ക്യാപ്പ് കേശവ് കെ പിതാനെ. വൈറ്റ് ക്യാപ്പ് കേശവിൻ്റെ പിതാനെ. സിർ പർ പഹനാദി. സിർ പർ പഹനാദി തലയിൽ ധരിപ്പിച്ചു. തലയിൽ ധരിച്ചു അല്ലേ. തലയിൽ ഒരാൾ മറ്റൊരാളെ തലയിൽ ധരിച്ചു കൊടുക്കുക. അതിനാണ് സിർ പർ പഹനാദി. തലയിൽ ധരിച്ചു. എന്താണ് തലയിൽ ധരിച്ചത്? ആരുടെ തലയിലാണ് ധരിച്ചത്? ആരാണ് ധരിച്ചു കൊടുത്തത്? അത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പോലെയാണ് നമ്മൾ ബാക്കി സെന്റൻസുകൾ ഉണ്ടാക്കേണ്ടത്. സിർ പർ പഹനാദി തലയിൽ ധരിച്ചു. ആരുടെ തലയിൽ? കേശവ് കെ സിർ പർ അല്ലേ. ഒന്നാമത്തെ എന്താണ്? കേശവ് കെ സിർ പർ പഹനാദി. കേശവന്റെ തലയിൽ ധരിച്ചു. എന്താണ് കേശവന്റെ തലയിൽ ധരിച്ചത്? വൈറ്റ് ക്യാപ്പ് അല്ലേ. അപ്പൊ എന്താണ്? വൈറ്റ് ക്യാപ്പ് കേശവ് കെ സിർ പർ പഹനാദി. വൈറ്റ് ക്യാപ്പ് കേശവന്റെ തലയിൽ ധരിച്ചു. ആരാണ് വൈറ്റ് ക്യാപ്പ് കേശവന്റെ തലയിൽ ധരിച്ചു കൊടുത്തത്? പിതാവ് അല്ലേ. പിതാനെ വൈറ്റ് ക്യാപ്പ് കേശവ് കെ സിർ പർ പഹനാദി. എഴുതിയോ നോക്കാം. കേശവ് കെ സിർ പർ പഹനാദി. വൈറ്റ് ക്യാപ്പ് കേശവ് കെ സിർ പർ പഹനാദി. പിതാനെ വൈറ്റ് ക്യാപ്പ് കേശവ് കെ സിർ പർ പഹനാദി. കേശവന്റെ തലയിൽ ധരിച്ചു. അതിൽ തന്നെ സിർ പർ പഹനാദി എന്ന് ഇവിടെ ഉണ്ട്. പിന്നെ കേശവ് കെ ആണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. കേശവ് കെ സിർ പർ പഹനാദി. അടുത്തതോ വൈറ്റ് ക്യാപ്പ്. കേശവന്റെ തലയിൽ എന്താ ധരിച്ചത്? വൈറ്റ് ക്യാപ്പ് കേശവന്റെ തലയിൽ ധരിച്ചു. ആരാണ് വൈറ്റ് ക്യാപ്പ് കേശവന്റെ തലയിൽ ധരിച്ചു കൊടുത്തത്? പിതാനെ. പിതാനെ വൈറ്റ് ക്യാപ്പ് കേശവ് കെ. പിതാനെ വൈറ്റ് ക്യാപ്പ് കേശവ് കെ സിർ പർ പഹനാദി. ഇനി അടുത്തത് നോക്കാം. പഹലെ 8 സാൽ റിക്ഷ. പഹലെ ആദ്യം, മുമ്പ്. 8 സാൽ 8 വർഷം. റിക്ഷ ഓട്ടോറിക്ഷ. റിക്ഷ എന്ന് പറഞ്ഞാൽ റിക്ഷ റിക്ഷ വലിക്കുക. സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് വലിക്കുന്ന റിക്ഷ അല്ലേ. അങ്ങനെ വലിക്കുന്ന വണ്ടി, അതാണ് റിക്ഷ. ചലാത്താരഹ. ചലാത്താരഹ ഓടിച്ചിരുന്നു. എന്താണ് ഓടിച്ചിരുന്നത്? റിക്ഷ ചലാത്താരഹ. റിക്ഷ. പഹലെ റിക്ഷ ചലാത്താരഹ. ഈ പഹലെ നമുക്ക് ഈ റിക്ഷേൻ്റെ ഇവിടെ കൊടുത്താലും ശരിയാണ് കേട്ടോ. ആദ്യം തന്നെ ഉണ്ടാക്കാൻ സെന്റൻസിൽ ചലാത്താരഹ ഓടിച്ചിരുന്നു, പഹലെ ഓടിച്ചിരുന്നു. ഓടിച്ചിരുന്നു ആദ്യം ഓടിച്ചിരുന്നു എന്ന് പറയില്ലേ. നിങ്ങൾ വണ്ടി ഓടിച്ചിരുന്നു, ആദ്യം ഞാൻ വണ്ടി ഓടിച്ചിരുന്നു അങ്ങനെ പറയില്ലേ. അപ്പം എന്താണ്? പഹലെ ചലാത്ത. ആദ്യം തന്നെ റിക്ഷ ചലാത്താരഹ. പഹലെ റിക്ഷ ചലാത്താരഹ എന്നാണ് നമ്മളിവിടെ സെന്റൻസ് ഉണ്ടാക്കിയത്. അത് തിരിച്ചിട്ടും പഹലെ ചലാത്താരഹ. പിന്നെയോ പഹലെ റിക്ഷ ചലാത്താരഹ അങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ. ആദ്യം ഓടിച്ചിരുന്നു, ആദ്യം റിക്ഷ ഓടിച്ചിരുന്നു. ഇവിടെ നമ്മൾ എഴുതിയത് റിക്ഷ ഓടിച്ചിരുന്നു, ആദ്യം റിക്ഷ ഓടിച്ചിരുന്നു. 8 സാൽ പഹലെ 8 വർഷം മുമ്പ് റിക്ഷ ഓടിച്ചിരുന്നു. 8 സാൽ പഹലെ 8 സാൽ 8 വർഷം, പഹലെ മുമ്പ്. 8 സാൽ പഹലെ റിക്ഷ ചലാത്ത രഹ. അടുത്ത നോക്കാം. പഠനെ കേലിയെ പഠിക്കാൻ വേണ്ടി. പിതാനെ പിതാവ്. ഡോക്ടറി. ഗലീലിയോക്കോ ഭേജ് ദിയ. ഗലീലിയോയെ അയച്ചു. ഗലീലിയോയെ എന്തിനാണ് അയച്ചത്? ഗലീലിയോക്കോ പഠനെ കേലിയെ ഭേജ് ദിയ. എന്തിനു വേണ്ടിയാണ് അയച്ചത്? പഠിക്കാൻ വേണ്ടി അയച്ചു. എന്ത് പഠിക്കാൻ വേണ്ടി അയച്ചത്? ഡോക്ടറിലെ. അപ്പൊ എന്താണ്? ഗലീലിയോക്കോ डॉक्टरी पढ़ने के लिए भेज दिया.
ഇനി അടുത്ത സെന്റൻസ് വരുന്നത് ആരാണ് അയച്ചത്? പിതാവ് അല്ലേ. ഗലീലിയോ को पिता ने डॉक्टरी पढ़ने के लिए भेज दिया. ഇപ്പൊ എഴുതിയോ നോക്കാം. പഠനെ के लिए ഗലീലിയോ को भेज दिया. ഫസ്റ്റ് തന്നെ ഗലീലിയോ को भेज दिया എന്ന സെന്റൻസ് നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഉള്ള സെന്റൻസ് ആണത്. ഗലീലിയോ को भेज दिया. രണ്ടാമത്തത് പഠനെ के लिए പഠിക്കാൻ വേണ്ടി ഗലീലിയോയെ അയച്ചു. डॉक्टरी पढ़ने के लिए गलीलियो को भेज दिया. पिता ने डॉक्टरी पढ़ने के लिए गलीलियो को भेज दिया. അടുത്ത നോക്കാം. गोज पर बहुत अपनी इस. गोज പറഞ്ഞ അന്വേഷണം, बहुत കൂടുതൽ. वह गुश हुआ. वह गुश हुआ. വഹ് ബഹുത്ത് ഗുഷ് ഹുവ. രണ്ടാമത്തെ എന്താ വന്നത്? ബഹുത്താണ്, വളരെ സന്തോഷിച്ചു. ബഹുത്ത് ഗുഷ് ഹുവ. വഹ് ഗോജ് പർ ബഹുത്ത് ഗുഷ് ഹുവ. വഹ് ഗോജ് പർ ബഹുത്ത് ഗുഷ് ഹുവ. പരീക്ഷണങ്ങൾ, അന്വേഷണങ്ങൾ, ഓരോ കാര്യത്തിനെ കുറിച്ചിട്ട് പരീക്ഷിച്ചറിയാം. അതിൽ വളരെയധികം സന്തോഷിച്ചു. വഹ് അപ്പനി ഇസ് ഗോജ് പർ. അവൻ തൻ്റെ ഈ പരീക്ഷണത്തിൽ ബഹുത്ത് ഗുഷ് ഹുവ. ബഹുത്ത് ഗുഷ് ഹുവ, വളരെ സന്തോഷിച്ചു. വഹ് ഗുഷ് ഹുവ. വഹ് ബഹുത്ത് ഗുഷ് ഹുവ. വഹ് ഗോജ് പർ ബഹുത്ത് ഗുഷ് ഹുവ. വഹ് അപ്പനി ഇസ് ഗോജ് പർ ബഹുത്ത് ഗുഷ് ഹുവ. പത്താമത്തെ നോക്കാം. ചമക്താർ ചൽത്തേ രഹേ സഡക് പർ. ചമക്താർ തിളങ്ങുന്ന, ചൽത്തേ രഹേ സഡക്ക് നിങ്ങൾക്കറിയാവുന്നതാണ്, റോഡ്. കാറോ കെ ഹുജൂം മേ നിരീഹ് ദിഖ്താ ഹെ. कारों के हुजूम में निरीह दिखता है. कारों के हुजूम में निरीह दिखता है. ഒന്നാമത്തെ സെന്റൻസ് അവിടെ തന്നതാണ്. കാറോം കെ ഹുജൂം മേ നിരീഹ് ദിഖ്താ ഹെ. चलते रहे कारों के हुजूम में निरीह दिखता है. चलते रहे कारों के हुजूम में निरीह दिखता है. सड़क पर चलते रहे कारों के हुजूम में निरीह दिखता है. चमकदार सड़क पर चलते रहे कारों के हुजूम में निरीह दिखता है. ഇനി അടുത്തത് റോസാന ദുബലെ പത്തലെ ക്യാമ്പ് കെ. റോസാന നിത്യവും, ദുബലെ പത്തലെ പറഞ്ഞ മെലിഞ്ഞ, വളരെയധികം മെലിഞ്ഞുണങ്ങിയ, ക്യാമ്പ് കെ ക്യാമ്പിലെ. റോമ ലഡ്കെ കോ സേബ് ദേത്തി ദി. റോമ ആൺകുട്ടിക്ക് ആപ്പിൾ നൽകിയിരുന്നു. റോമ നിത്യവും ആൺകുട്ടിക്ക് ആപ്പിൾ നൽകിയിരുന്നു അല്ലേ. എവിടെയുള്ള കുട്ടിക്കാണ് നിത്യവും ആപ്പിൾ നൽകുന്നത്? ക്യാമ്പിലെ. ക്യാമ്പ് കെ ബച്ചേക്കോ സേബ് ദേത്തി ദി. എങ്ങനെയുള്ള കുട്ടിക്കാണ്? ദുബലെ പത്തലെ. ക്യാമ്പ് കെ ദുബലെ പത്തലെ ബച്ചേക്കോ. റോമ ലഡ്കേക്കോ സേബ് ദേത്തി ദി. റോമ ക്യാമ്പ് കെ ലഡ്കേക്കോ സേബ് ദേത്തി ദി. റോമ ലഡ്കേക്കോ സേബ് ദേത്തി ദി. ആൺകുട്ടിക്ക് സേബ് ആപ്പിൾ നൽകിയിരുന്നു. എവിടെയുള്ള ആൺകുട്ടിക്കാണ്? ക്യാമ്പിലുള്ള ആൺകുട്ടിക്ക്. എവിടെയുള്ള ആൺകുട്ടിക്കാണ്? ക്യാമ്പിലുള്ള ആൺകുട്ടിക്ക്. റോമ ക്യാമ്പ് കെ ലഡ്കേക്കോ സേബ് ദേത്തി ദി. റോമ ക്യാമ്പ് കെ ദുബലെ പത്തലെ. എങ്ങനെയുള്ള ആൺകുട്ടിക്കാണ്? മെലിഞ്ഞുണങ്ങിയ ദുബലെ പത്തലെ ലഡ്കേക്കോ സേബ് ദേത്തി ദി. റോമ റോസാന പറഞ്ഞ
നിത്യവും. റോമ റോസാന कैंप के दुबले पतले लड़के को सेब देती थी. നിങ്ങൾക്ക് ഫസ്റ്റ് മുതലേ സെന്റൻസ് ഉണ്ടാക്കാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സെന്റൻസ് അർത്ഥവത്തായ ഈ ലാസ്റ്റിലെ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ രണ്ടെണ്ണാക്കി മാറ്റാൻ വളരെ സിമ്പിളായിരിക്കും. എങ്ങനെയാണെന്ന് പറയാം. ഫസ്റ്റ് തന്നെ റോമ ലടുക്കേക്കോ സേബ് ദേത്തിയത് ഇവിടെ ഉള്ളതാണല്ലോ. അവിടെ റോമ എന്നുണ്ട്. ഉള്ളതിനെ നമുക്കിങ്ങനെ റൗണ്ടിലാക്കാം. റോമ എന്നുണ്ട്. പിന്നെ ലടുക്കേക്കോ സേബ് ദേത്തീതി നമുക്കിവിടെ തന്ന സെൻറ്റൻസ് ആണ്. ലടുക്കേക്കോ സേബ് ദേത്തി തന്ന സെൻറ്റൻസ് ആണ്. ഇനി ഏതാണ്? റോസാന കേമ്പ് കെ ദുബലെ പത്തലെ അല്ലേ? റോസാന കേമ്പ് കെ ദുബലെ പത്തലെ അങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. 3 എണ്ണം. അപ്പം നമ്മൾ ഈ ദുബലെ പത്തലെ എന്നുള്ള ഒന്നാക്കി മാറ്റി. കേമ്പ് കെ എന്നുള്ളത് 1. അപ്പം 3 എണ്ണമായി അല്ലേ? അപ്പം നമുക്കിങ്ങനെ ലാസ്റ്റ് സെൻറ്റൻസ് ആക്കുമ്പോൾ റോമ ലടുക്കേക്കോ സേബ് ദേത്തി ദി. റോമ ദുബലെ പത്തലെ ലടുക്കേക്കോ സേബ് ദേത്തി ദി. മനസ്സിലായോ? റോമ പിന്നെ ദുബലെ പത്തലെ ലടുക്കേക്കോ സേബ് ദേത്തി ദി. വീണ്ടും റോമ കേമ്പ് കെ ദുബലെ പത്തലെ ലടുക്കേക്കോ സേബ് ദേത്തി ദി. വീണ്ടും റോമ എടുക്കുക. റോമ റോസാന കേമ്പ് കെ ദുബലെ പത്തലെ ലടുക്കേക്കോ സേബ് ദേത്തി ദി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 2 രീതിയിലും ഇത് എഴുതാൻ പറ്റും. റോമ ലടുക്കേക്കോ സേബ് ദേത്തിതി, റോമ കേമ്പ് കെ ലടുക്കേക്കോ സേബ് ദേത്തിതി എന്നാണ് നമ്മളിവിടെ രണ്ടാമത് സെൻറ്റൻസ് ഉണ്ടാക്കിയത് അല്ലേ? ഇപ്പോൾ റോമ ദുബലെ പത്തലെ ലടുക്കേക്കോ സേബ് ദേത്തിതി അതും ശരിയാണ്. കേമ്പ് കെ ലടുക്കേക്കോ സേബ് ദേത്തിതി പറഞ്ഞാലും ശരിയാണ്. റോമ ദുബലെ പത്തലെ ലടുക്കേക്കോ സേബ് ദേത്തിതി. റോമ ആ മെലിഞ്ഞുണങ്ങിയ ആൺകുട്ടിക്ക് ആപ്പിൾ നൽകിയിരുന്നു. റോമ ക്യാമ്പിലെ മെലിഞ്ഞുണങ്ങിയ ആൺകുട്ടിക്ക് നീണ്ടു മെലിഞ്ഞ ആൺകുട്ടി ഉണ്ടല്ലോ അതിന് ആപ്പിൾ നൽകിയിരുന്നു. റോമ നിത്യവും ക്യാമ്പിലെ ആ മെലിഞ്ഞ ആൺകുട്ടിക്ക് ആപ്പിൾ നൽകിയിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിങ്ങനെ ഈ എന്താ പറയുക ഓർഡറായിട്ട് ഓരോരോ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പ്രയാസമുള്ളവർ ഒന്നിച്ചൊരൊറ്റ സെൻറ്റൻസ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിനെ 3 എണ്ണാക്കിയിട്ട് മാറ്റാൻ പറ്റും. 3ാമത്തെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ 2 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ പറഞ്ഞത്? വളരെ സിമ്പിളായിട്ട് തന്നെ അർത്ഥവത്തായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കിക്കൊണ്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് വാക്യവിസ്താർ. എല്ലാവർക്കും മാർക്ക് കിട്ടാൻ വളരെ സാധ്യത കൂടുതലുള്ളൊരു ക്വസ്റ്റ്യനാണ് വാക്യവിസ്താർ എന്ന ക്വസ്റ്റ്യൻ. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.